നമസ്കാരം. മുഖ്യമന്ത്രി വിളിച്ച എംപിമാരുടെ യോഗത്തിൽ ഇന്നലെ ആരൊക്കെ പങ്കെടുത്തു? യുഡിഎഫിന്റെ മുഴുവൻ എംപിമാരും പങ്കെടുത്തോ? സുരേഷ് ഗോപി പങ്കെടുത്തോ? ആരാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന ഒരു ലെവലിലേക്ക് എല്ലാവരെയും എത്തിച്ചത്? ഒപ്പം എന്തൊക്കെ അജണ്ടകൾക്കാണ് കയ്യടി കിട്ടിയത്? എന്തൊക്കെ കാര്യങ്ങളിൽ സഹകരിക്കാമെന്നൊക്കെയാണ് കോൺഗ്രസിന്റെ എംപിമാർ പറഞ്ഞത് എന്നൊക്കെയാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഇന്നലെ മുഖ്യമന്ത്രി വിളിച്ച യോഗത്തിൽ 18 യുഡിഎഫിന്റെ എംപിമാരും പങ്കെടുത്തു എന്നുള്ളത് ഏറെ നമുക്കെല്ലാവർക്കും വളരെ സന്തോഷം നൽകുന്ന ഒരു വാർത്ത തന്നെയാണ്. കാരണം വലിയ ഒരു സാമ്പത്തിക പ്രതിസന്ധിയിൽ കേരളം നിൽക്കുന്ന സമയത്ത് കേന്ദ്രം കേരളത്തിന് കൊടുക്കാനുള്ള ഫണ്ടുകൾ വെട്ടിക്കുറച്ച് വിഹിതങ്ങൾ നൽകാതെ വലിയ കടക്കണിയിൽ കേരളത്തെ ചവിട്ടിത്താഴ്ത്താൻ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ എന്തായാലും യുഡിഎഫിന്റെ 18 എംപിമാരും ഇന്നലെ മുഖ്യമന്ത്രി വിളിച്ച യോഗത്തിൽ പങ്കെടുത്തിരിക്കുകയാണ്. അതിന് കാരണക്കാരനായി മാറിയതാകട്ടെ നമ്മുടെ കെ രാധാകൃഷ്ണനുമാണ്. അല്ലെങ്കിലും കേരളത്തിൽ നിന്നുള്ള ഒരേ ഒരു എൽഡിഎഫിന്റെ എംപിയാണ്. അദ്ദേഹം പാർലമെന്റിൽ സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം അദ്ദേഹം കാണിച്ചു തന്നൊരു മാതൃക നമ്മളൊക്കെ കണ്ടതാണ്. സത്യപ്രതിജ്ഞ ചെയ്യുന്നു, നേരെ ചെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് അദ്ദേഹം കൈ കൊടുക്കുന്നു. പിന്നീട് കൊടിക്കുന്നിൽ സുരേഷിനും കെ സുധാകരനും ഒക്കെ കൈ കൊടുക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. അതായത് രാഷ്ട്രീയം മറന്ന് കേരളത്തിന് വേണ്ടി ഒറ്റക്കെട്ടായി പോരാടാൻ ഞാൻ നിങ്ങൾക്കൊപ്പം ഉണ്ടാകും, നിങ്ങളും എനിക്കൊപ്പം നിൽക്കണം എന്ന സന്ദേശം തന്നെയായിരുന്നു അദ്ദേഹം അതിലൂടെ കൈമാറിയത്. അത് പ്രാവർത്തികമായിരിക്കുകയാണ്. കഴിഞ്ഞ തവണയൊക്കെ കേന്ദ്രം കേരളത്തിന് തരാനുള്ള ഫണ്ടിന് വേണ്ടി അല്ലെങ്കിൽ കേരളത്തിന് തരാനുള്ള പദ്ധതിക്കൊക്കെ വേണ്ടി എൽഡിഎഫിന്റെ എംപിമാർ മാത്രം ശബ്ദമുയർത്തുന്ന കാഴ്ചയാണ് കണ്ടിരുന്നതെങ്കിൽ ഇക്കുറി അങ്ങനെയല്ല. അതായത് കേന്ദ്ര സഹായത്തിന് വേണ്ടി കേന്ദ്രം കേരളത്തിന് കൊടുക്കാനുള്ള ഫണ്ടുകൾക്കൊക്കെ വേണ്ടി ഒറ്റക്കെട്ടായി ഞങ്ങൾ കൂടെ ഉണ്ടാകുമെന്ന് യുഡിഎഫ് മുഖ്യമന്ത്രിക്ക് ഉറപ്പ് നൽകിയിരിക്കുകയാണ്. മാത്രവുമല്ല, പദ്ധതികളൊക്കെ വേഗത്തിലാക്കാൻ വേണ്ടി സമ്മർദ്ദം ചെലുത്താനും പാർലമെന്റിൽ എൽഡിഎഫിന്റെ എംപിക്കൊപ്പം ഞങ്ങളും ഉണ്ടാകുമെന്ന് യുഡിഎഫിന്റെ എംപിമാർ ഉറപ്പ് മുഖ്യമന്ത്രി പിണറായി വിജയന് കൊടുത്തിരിക്കുന്നു. വളരെ മനോഹരമായ മാതൃകാപരമായ ഒരു തീരുമാനം തന്നെയാണ് യുഡിഎഫ് ഉൾക്കൊണ്ടിരിക്കുന്നത്. അവർക്കും മനസ്സിലായിരിക്കുന്നു വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്കാണ് പോകുന്നത്. ഇനിയും രാഷ്ട്രീയം കളിച്ചിട്ടുണ്ടെങ്കിൽ കേരളം ഇല്ലാത്തൊരവസ്ഥയിലേക്ക് പോകും എന്ന് നന്നായി തന്നെ മനസ്സിലായിരിക്കുകയാണ്. കാരണം ഈ വലിയ പ്രതിസന്ധിയിൽ പോലും മുഖ്യമന്ത്രി പിണറായി വിജയൻ നല്ല രീതിയിൽ തന്നെ ഫണ്ടുകൾ നേടിയെടുത്തും നല്ല രീതിയിൽ ഭരണം കാഴ്ചവെക്കാൻ അദ്ദേഹം ശ്രമം നടത്തുന്നുണ്ട് എന്ന വസ്തുത കെ രാധാകൃഷ്ണന് മറ്റുള്ള എംപിമാരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും ഇനി പാർലമെന്റിൽ ഒറ്റക്കെട്ടായിട്ടുള്ള, അതായത് നമ്മുടെ ഇവിടുന്ന് പോയിട്ടുള്ള എംപിമാരുടെ സുരേഷ് ഗോപി ഒഴിച്ച് നിർത്തിയാൽ ബാക്കി 19 എംപിമാരുടെയും ഒറ്റക്കെട്ടായിട്ടുള്ള ശബ്ദമാകും കേരളത്തിന് വേണ്ടി ഉയരാൻ പോവുക. അങ്ങനെ ഒരു വലിയ സൂചന തന്നെയാണ് ഇന്നലെ യുഡിഎഫും നൽകിയിരിക്കുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ മുടങ്ങിയിരിക്കുന്ന പെൻഷൻ അടക്കമുള്ള പൈസകൾ സാധാരണക്കാർക്ക് കൊടുക്കാൻ കഴിയും. അപ്പോൾ ഇവർ ഈ കാര്യങ്ങളിലൊക്കെ കൂടെ നിൽക്കാം എന്ന് പറയുമ്പോൾ തന്നെ ഇതുവരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് എല്ലാം ശരിയാണ് എന്നുകൂടി ഇവിടെ നമുക്ക് ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. അതായത് കേന്ദ്ര വിഹിതത്തിന് വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ പലപ്പോഴും എംപിമാരെ കാണുമ്പോൾ യുഡിഎഫിന്റെ എംപിമാർ സഹകരിക്കാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. ഒപ്പം ഫണ്ടുകൾക്ക് വേണ്ടി എൽഡിഎഫിന്റെ എംപിമാർ മാത്രമേ ശബ്ദമുയർത്തിയിരുന്നുള്ളൂ എന്നുള്ള കാര്യങ്ങളൊക്കെ ശരിവെക്കുന്നു എന്നുകൂടി നമ്മൾ ഈ യോഗത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതായത് ഇപ്പോൾ ഇനി അങ്ങോട്ട് പൂർണ്ണ പിന്തുണയുണ്ടാകും എന്ന് അവർ പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത് നേരത്തെ പിന്തുണ ഉണ്ടായിരുന്നില്ല എന്നത് അവർ തുറന്ന് സമ്മതിക്കുന്നു. അത് തെറ്റായിപ്പോയി എന്ന് അവർക്ക് തന്നെ മനസ്സിലായിരിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും മറ്റൊരു എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, സതീശൻ ഈ വിഷയത്തിൽ എങ്ങനെ ഈ എംപിമാരോട് ഇടറും എന്ന കാര്യത്തിൽ സംശയമുണ്ട്. കാരണം ജന്തർ മന്ദറിൽ പോയി മുഖ്യമന്ത്രി പിണറായി വിജയനും സംഘവും കേരളത്തിന് നൽകാനുള്ള കേന്ദ്ര വിഹിതത്തിന് വേണ്ടി സമരം നടത്തിയപ്പോൾ പരസ്യമായി ആ സമരത്തിൽ പങ്കെടുക്കില്ല, കേരളത്തിന് വേണ്ടിയുള്ള കേരളത്തിൻ്റെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള സമരത്തിൽ പങ്കെടുക്കില്ല എന്ന് പറഞ്ഞ വ്യക്തിയാണ് വി ഡി സതീശൻ. അന്ന് സുധാകരനും അത്തരത്തിലുള്ള നിലപാട് സ്വീകരിച്ചിരുന്നു. പക്ഷേ സുധാകരനും ഇപ്പോൾ മയപ്പെടുത്തിയിരിക്കുകയാണ് നിലപാട്. സതീശൻ അത്തരത്തിലുള്ള ഒരു നിലപാടിലേക്ക് പോകാനുള്ള കാരണം വേറൊന്നും ആയിരുന്നില്ല. കേന്ദ്രം കൊടുക്കാനുള്ള ഫണ്ട് സ്വാഭാവികമായും കേരളത്തിന് കിട്ടാതിരിക്കുമ്പോൾ കേരളത്തിൽ വലിയ കടക്കണികൾ വരും, അതുമൂലം പെൻഷൻ മുടങ്ങും, സപ്ലൈകോയിൽ സാധനങ്ങളില്ലാത്ത അവസ്ഥ വരും. അങ്ങനെ മൊത്തത്തിൽ സാമ്പത്തിക പ്രതിസന്ധിയിൽ ജനങ്ങൾ വലയുന്ന സാഹചര്യം ഉണ്ടാകും. അങ്ങനെ വരുമ്പോൾ ജനങ്ങൾ സർക്കാരിനെതിരെ ശബ്ദമുയർത്താൻ തുടങ്ങും. ആ പ്രതിഷേധം മുതലെടുത്ത് ഒരു മുതലെടുപ്പ് രാഷ്ട്രീയം കളിച്ചുകൊണ്ട് സർക്കാരിനെ താഴെ ഇറക്കാമെന്നാണ് സതീശൻ ധരിച്ചിരുന്നത്. എന്തായാലും ഇപ്പോൾ സതീശനും ഒരു ഇരുട്ടടി കിട്ടുന്ന രീതിയിലുള്ള തീരുമാനമാണ് യുഡിഎഫ് കൈക്കൊണ്ടിരിക്കുന്നത്. അന്ന് അങ്ങനെ ഒരു തീരുമാനം എടുത്തതുകൊണ്ടൊക്കെ ഈ പറയുന്ന പോലെ പെൻഷൻ മുടങ്ങുന്ന സാഹചര്യവും അങ്ങനെ ഇങ്ങനെയൊക്കെ സംഭവിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ വളരെ മനുഷ്യത്വം വാരി വിതറുന്ന രീതിയിലുള്ള ഒരു നിലപാടിലേക്ക് യുഡിഎഫ് പതിയെ മാറുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. എന്തായാലും കെ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ആ മനുഷ്യസ്നേഹി, ആ എൽഡിഎഫിന്റെ കരുത്തനായ നേതാവ് എല്ലാവരെയും മയപ്പെടുത്തിയിരിക്കുന്നു. വഴങ്ങാത്തവരെ അവരെ നമ്മുടെ കേരളത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്താൻ പ്രാപ്തരാക്കിയിരിക്കുന്നു എന്നതുകൂടി നമ്മൾ എടുത്തു പറയേണ്ടതുണ്ട്. ഇവിടെ നമ്മൾ കാണേണ്ട മറ്റൊരു വ്യക്തിയെ കൂടിയുണ്ട്.
സുരേഷ് ഗോപിയെ, അദ്ദേഹം ഈ എം പിമാരുടെ യോഗത്തിൽ പങ്കെടുത്തില്ല എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. എന്തായാലും കേരളത്തിന് വേണ്ടിയുള്ള ശബ്ദങ്ങൾ പാർലമെന്റിൽ ഉയരുമ്പോൾ സുരേഷ് ഗോപിയുടെ ശബ്ദം ഭിന്ന സ്വരമായിരിക്കുമെന്നും അത് കേരളത്തിന് വേണ്ടിയല്ല കേന്ദ്രത്തിന് വേണ്ടിയുള്ള ശബ്ദമായിരിക്കുമെന്നും ഇന്നലത്തെ യോഗത്തിൽ നിന്ന് നമുക്ക് വളരെ വ്യക്തമായി തന്നെ മനസ്സിലാക്കി എടുക്കാൻ കഴിഞ്ഞിരിക്കുന്നു എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. നമുക്കറിയാം 74,000 കോടി രൂപ കേരളത്തിന് കൊടുക്കാനുള്ള സമയത്താണ് സമരം നടത്തി സുപ്രീം കോടതിയിൽ പോയി ഒരു 13,000 കോടി രൂപ മേടിച്ചെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അങ്ങനെ 13,000 കോടി രൂപ കിട്ടിയപ്പോൾ ആദ്യം കൊടുത്തത് പെൻഷൻ തുക അടക്കമുള്ള കാര്യങ്ങളായിരുന്നു എന്ന കാര്യം ആരും മറക്കരുത്. ഇപ്പോൾ ഏകദേശം 1 ലക്ഷം കോടിക്ക് മുകളിൽ കിട്ടാനുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും അതൊക്കെ മേടിച്ചെടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സാമ്പത്തിക പ്രതിസന്ധികളൊക്കെ തന്നെ തരണം ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകും. മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞതുപോലെ പെൻഷൻ തുക ഇനിയും ഉയർത്തുന്ന സാഹചര്യം ഉണ്ടാകും. എന്തായാലും കേരളത്തിൻ്റെ കരുതലായി മുഖ്യമന്ത്രി നിൽക്കുമ്പോൾ അദ്ദേഹം വിളിച്ച യോഗത്തിൽ പങ്കെടുത്ത എല്ലാവരെയും ആശംസിക്കുകയാണ്. കാരണം 18 എം പിമാരും ഇവിടുന്ന് ജയിച്ചു പോയിരിക്കുന്ന 18 എം പിമാർക്കും തങ്ങൾക്ക് കേരളത്തോട് പ്രതിബദ്ധതയുണ്ട്, ഇവിടുത്തെ സർക്കാരിനോട് പ്രതിബദ്ധതയുണ്ട്, കേന്ദ്രം കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ സംസാരിക്കണം എന്നൊക്കെ ഒരു തോന്നലുണ്ടായത് വലിയൊരു നല്ലൊരു തീരുമാനവും അവരുടെ എന്തായാലും ആ ഒരു തീരുമാനത്തെ സ്വാഗതാർഹം ചെയ്യുന്ന ഒരു കാഴ്ച കൂടി എന്തായാലും ജനങ്ങൾക്കിടയിൽ നിന്നും കാണുന്നുണ്ട് എന്നതും നല്ലൊരു കാര്യം തന്നെയാണ്. എന്തായാലും സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം ഇവിടുന്ന് ജയിച്ചു പോയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് കേരളത്തിൻ്റെ ആവശ്യങ്ങൾ വരുമ്പോൾ കേരളത്തിന് വേണ്ടി അദ്ദേഹം സംസാരിക്കില്ല എന്ന് നമ്മൾ നേരത്തെ മുതൽ പറഞ്ഞിട്ടുള്ളതാണല്ലോ. അതിന് ഏറ്റവും വലിയ ഉദാഹരണവും നമ്മൾ കണ്ടു കഴിഞ്ഞു. കാരണം കേന്ദ്രത്തിനൊപ്പം മാത്രമേ സുരേഷ് ഗോപിക്ക് നിൽക്കാൻ കഴിയൂ. സുരേഷ് ഗോപിക്ക് ചില കാര്യങ്ങൾ കൂടി BJP ചില ചുമതലകൾ കൂടി കൊടുത്തിട്ടുണ്ടാകണം. അതായത് ഇനി വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പുകളിൽ അതായത് BJPക്ക് വേരോട്ടം ഉണ്ടാക്കുന്ന രീതിയിലുള്ള ചില നാടകങ്ങൾ അവിടെയും കളിക്കണമെന്ന് അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ടാകണം. അതുകൊണ്ടാണല്ലോ അദ്ദേഹം പാലക്കാടൊക്കെ പോയപ്പോൾ പാലക്കാട് തരണം എന്നൊക്കെ പറഞ്ഞത്. ഇതും ഞങ്ങൾ എടുക്കും എന്ന് പറയുന്നത് അതുകൊണ്ടാണല്ലോ. സിനിമ സ്റ്റൈൽ മോഡൽ അഭിനയങ്ങൾ കാഴ്ചവെച്ച് മാധ്യമങ്ങളുടെ കൂട്ടുപിടിച്ച് ഓൺലൈൻ മാധ്യമങ്ങളുടെ കൂട്ടുപിടിച്ച് സുരേഷ് ഗോപിക്ക് ജനങ്ങളെ വളരെ വേഗത്തിൽ ഒരു നന്മമരം എന്ന രീതിയിൽ തെറ്റിദ്ധാരണ പടർത്തിയൊക്കെ ജയിച്ചു പോകാനൊക്കെ ഒരു പരിധിവരെ കഴിഞ്ഞുവെങ്കിലും അദ്ദേഹത്തിൻ്റെ ഈ 5 വർഷത്തെ പെർഫോമൻസ് നമുക്കൊന്ന് കാണാം. പാർലമെന്റിൽ അദ്ദേഹം ആർക്കൊപ്പം നിൽക്കും എന്നതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ നാടിനു വേണ്ടി നമ്മുടെ സർക്കാരിൻ്റെ ജനങ്ങളോടുള്ള കരുതലിൻ്റെ ഭാഗമായി ഉയർന്നു വരുന്ന ജനങ്ങളെ സേവിക്കുന്നതിനാവശ്യമായ പല പദ്ധതികളുടെയും പല ആവശ്യങ്ങളുടെയും ഒക്കെ ഒപ്പം സുരേഷ് ഗോപി നിൽക്കുമോ എന്നൊക്കെ നമ്മൾ കണ്ടറിയേണ്ടതുണ്ട്. കണ്ടറിയാനൊന്നുമില്ല, നമ്മളിപ്പോൾ ഏകദേശമൊക്കെ അതിൻ്റെ ആദ്യ സൂചന കണ്ടു കഴിഞ്ഞു. എന്തായാലും പാർലമെന്റിൽ ഇനി ഇന്ത്യ മുന്നണി ഒറ്റക്കെട്ടായി നമ്മുടെ ഇന്ത്യ മുന്നണിയിൽപ്പെട്ട എല്ലാ സംസ്ഥാനങ്ങൾക്കും വേണ്ടി ശബ്ദമുയർത്തും എന്ന വലിയൊരു സന്ദേശം തന്നെ കാണിച്ചു തന്നിരിക്കുകയാണ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് എങ്ങനെ കേന്ദ്ര സർക്കാരിനെ ഇവർ ഒരുമിച്ച് കടന്നാക്രമിക്കും. അങ്ങനെ കടന്നാക്രമിക്കുമ്പോൾ സ്വാഭാവികമായും കേരളത്തിലെ സതീശനടക്കമുള്ള ആളുകൾ എങ്ങനെ പ്രതികരിക്കും എന്നതൊക്കെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സതീശനോട് ഒന്നേ പറയാനുള്ളൂ, ദയവ് ചെയ്ത് ഇതിൽ ഇടങ്കോലിടരുത്, ഇതിൽ രാഷ്ട്രീയം കളിക്കരുത്. അല്ലെങ്കിലും ദുരന്തമുഖത്തൊക്കെ വലിയ രീതിയിലുള്ള മുതലെടുപ്പ് രാഷ്ട്രീയം കളിച്ച് നല്ല ശീലമുള്ള സതീശൻ ഈ ഒരു കാര്യത്തിലെങ്കിലും സർക്കാരിനൊപ്പം നിൽക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. കാരണം ഇത് കേരളത്തിൻ്റെ ആവശ്യമാണ്, സാധാരണക്കാരുടെ ആവശ്യമാണ്, കേരളത്തിലെ വളർന്നു വരുന്ന തലമുറയുടെ ആവശ്യമാണ്. അതുകൊണ്ട് ഇവിടെയെങ്കിലും രാഷ്ട്രീയം മാറ്റിവെച്ച് 18 എം പിമാരെയെങ്കിലും മാതൃകയാക്കി താങ്കളുടെ രാഷ്ട്രീയത്തിൽ ഈ ധാർഷ്ട്യവും പുച്ഛവും ഒക്കെ മാറ്റി ഒരു തിരുത്തൽ നടത്തിയാൽ വളരെ നല്ലതായിരിക്കും എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്.